കൊല്ലം കുണ്ടറയിൽ ക്ഷേത്രോത്സവത്തിനിടെ യുവതിയെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. കുണ്ടറ സ്റ്റേഷൻ SI കിരണിനെതിരെയാണ് പരാതി. പരിക്കേറ്റ യുവതി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ കൃത്യനിർവഹണം തടയാൻ എത്തിയപ്പോൾ ഇടപെടുക മാത്രമാണ് ചെയ്തതെന്നാണ് കുണ്ടറ പോലീസിന്റെ വിശദീകരണം. അവരായിട്ട് അവിടെ നമ്മൾ ഉത്സവം കഴിഞ്ഞിട്ട് മാറിയിരിക്കുമായിരുന്നു. നമ്മുടെ ശിവാലയിച്ച് സൈഡിലായിട്ട് മാറിയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പോലീസുകാർ അവിടെ നടന്നു വരുന്നുണ്ടായിരുന്നു. മാറി നിൽക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ സൈഡിലോട്ട് ഒതുങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം DJയിൽ സൗണ്ട് ഇട്ടിട്ട് ഒരു പയ്യനെ വെച്ചിട്ട് അറിയും. ഞാൻ എൻ്റെ തൊട്ട് താഴോട്ട് ഇടുന്ന് വീണത് ആ പയ്യൻ വന്നതിൻ്റെ പുറത്താണ്. എൻ്റെ ഹസ്ബൻഡ് അത് ചോദിച്ചു, സാറേ എന്തോ കാണിക്കുന്നത് പറഞ്ഞു. നീ പോടാ, നീ ആരാ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകാൻ അത് തലയുടെ മുമ്പിലത്തെ ബാഗിൽ വെച്ചിട്ടാണ് ഇത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരനെ വിടാഞ്ഞതിൽ എന്നെ മറിച്ച് തറയിൽ ഇട്ടടിച്ചെന്ന് വെച്ചാൽ മുമ്പിൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് കാലിലൊക്കെ മുറിവുന്നുണ്ട്. കുണ്ടറ പോലീസിന്റെ നടപടിക്കെതിരെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് DYFI പ്രവർത്തകർ. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, ഗുരുതരമായ ആരോപണമാണ് പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. യുവതിയുടെ പരാതിയിൽ പോലീസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയുണ്ടോ? പോലീസ് വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? കൊല്ലം കുണ്ടറയിലാണ് ക്ഷേത്രോത്സവത്തിനിടെ യുവതിയെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയുമായുള്ളത്. കുണ്ടറ സ്റ്റേഷൻ SI കിരണിനെതിരെയാണ് ഇപ്പോൾ യുവതി പരാതി ഉന്നയിച്ചിരിക്കുന്നത്. പരിക്കേറ്റ യുവതി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്നാൽ കൃത്യനിർവഹണം തടയാൻ എത്തിയപ്പോൾ ഇടപെടുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതേസമയം ഈ വിഷയത്തിൽ പോലീസിനെതിരെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് DYFI പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, പോലീസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയുണ്ടോ? പോലീസ് വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോൾ? SI കിരണിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ DYFI പ്രവർത്തകർ ഇത്തരത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത്. പക്ഷേ ഇതുവരെയും നടപടിയില്ല. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ പ്രാഥമികമായി ഇതിൽ അന്വേഷണം നടത്തുകയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുണ്ടറ കാഞ്ഞിരക്കോട് ആൽത്തറമുകൾ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ഉത്സവത്തിനിടെ DJ വാഹനത്തിന്റെ മുകളിലിരുന്ന യുവാവിനെ നിലത്തേക്ക് തള്ളിയിടുകയും അത് ചോദ്യം ചെയ്ത ഈ യുവതിയുടെ ഭർത്താവ് അനന്തുവിനെ SI മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആ യുവതി അശ്വിനി എന്ന യുവതിക്ക് ക്രൂരമായി മർദ്ദനം ഏൽക്കുകയും ചെയ്തതും. അതൊരു പുരുഷ പോലീസാണ് ആ യുവതിയെ മർദ്ദിച്ചത്. ഇതിനുശേഷം ഇവരുടെ ഭർത്താവിനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തു എന്നും പരാതി കൊണ്ട് തുടർന്ന് ഇയാളെ പിറ്റേന്ന് രാവിലെയോടുകൂടി സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് യുവതിക്ക് മർദ്ദനമേറ്റ വിവരം പറഞ്ഞതോടുകൂടി ഇത് പരാതിയായി പോയി കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഭർത്താവിനെ ജയിലിലടയ്ക്കുമെന്നുള്ള ഭീഷണിയും ഈ കിരൺ SI നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ SIയുടെ എതിരെ നിരവധി പരാതികളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. ഇദ്ദേഹം ആളുകളോട് പെരുമാറുന്നത് പോലും വളരെ ഔപര്യാദയായിട്ടാണ്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ DYFI മുൻ മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. PC വിശ്വനാഥ് MLA അടക്കമുള്ളവർ ഈ കുട്ടിയെ സന്ദർശിക്കുകയും ചെയ്തു. എന്തായാലും സ്റ്റേഷൻ ഇപ്പോൾ ഉപരോധിക്കുകയാണ്. SIക്കെതിരെ നടപടി ആവശ്യമാണ്. SI സസ്പെൻഡ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ DYFI ഉയർത്തുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പ്രദേശത്തെ LDF സ്ഥാനാർത്ഥി SL സജികുമാറും വ്യക്തമാക്കുന്നത്. എന്തായാലും നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന. അല്പസമയത്തിനകം SIക്കെതിരെ നടപടി വരാനാണ് നിലവിലെ സാധ്യത. ഇപ്പോഴും DYFIയുടെ പ്രതിഷേധം സ്റ്റേഷന് മുമ്പിൽ തുടരുകയാണ്. ശരി ഷമീർ.